പത്രപ്രവർത്തനത്തെക്കുറിച്ച് അല്ലെങ്കിൽ എഴുതുമ്പോൾ എങ്ങനെ വായനക്കാരൻ്റെ മനസ്സിലേക്ക് ഏറ്റവും എളുപ്പത്തിലും അനായാസവും കയറാം എന്നുള്ളതിന് ഉദാഹരണമായി ഞങ്ങളുടെ എഡിറ്റോറിയൽ ഡയറക്ടർ ജോസ് പനച്ചിപ്പുറം ക്ലാസ് എടുക്കുമ്പോൾ സ്ഥിരമായി ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. പാലായിൽ നിന്ന് ഒരു ഭൂമി കേസുമായി ഹൈക്കോടതിയിൽ, പണ്ടുള്ള കാലത്താണ്, ഭൂമി കേസുമായി ഹൈക്കോടതിയിൽ ഒരാളെത്തുന്നു. അപ്പൻ നാട്ടിലാണുള്ളത്. കേസിൻ്റെ വിധി വരുന്ന ദിവസമാണ്. അപ്പോൾ അന്ന് ഇന്നത്തെ പോലെ മൊബൈലിൻ്റെ സൗകര്യമൊന്നുമില്ല. ഇത് ബുക്ക് ചെയ്ത്, ട്രങ്ക് ബുക്ക് ചെയ്ത് വേണം വിളിക്കാൻ. സംസാരം നീളും തോറും പൈസ കൂടും. അപ്പോൾ ഫോൺ വിളിച്ച് മകൻ അപ്പനെ ഫോൺ വിളിച്ചു. ഒരു വാക്കേ പറഞ്ഞുള്ളൂ, ഊമ്പിയപ്പാന്ന്. അതോടുകൂടി ഫോൺ വെച്ചു. പൈസ പോയില്ല, കാര്യം മനസ്സിലായി. വളരെ ചെറിയ വാക്കുകളിൽ ആ കാര്യം അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. എന്ന് പറഞ്ഞതുപോലെ ആ പത്രപ്രവർത്തനത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ ജീവിതത്തിലുടനീളം, എഴുത്തിലുടനീളം പിന്തുടർന്നതുകൊണ്ടാവാം KFGയുടെ എഴുത്തിന് വല്ലാത്തൊരു വശീകരണ ശക്തിയുണ്ട്. അത് വായനക്കാരൻ്റെ മനസ്സിലേക്ക് അനായാസം കടന്നുകൂടുന്നു. അതിൻ്റെ ആശയങ്ങൾ, അതിൽ പറഞ്ഞിരിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ഉള്ളിൽ തട്ടുന്ന ഒന്നായി മാറുന്നത് അദ്ദേഹത്തിന് ഈ പത്രപ്രവർത്തന പരിചയം നൽകിയ അനുഭവങ്ങൾ തന്നെയാവും. 2 മാസം മുമ്പാണ് ഒരു പുസ്തകം സ്വീകരിക്കാൻ ഞാനിവിടെ വന്നത്. ഇതിപ്പോൾ അടുത്ത പുസ്തകമായി. ഇക്കണക്കിന് പോയാൽ കുറേ തവണ ഇവിടെ വരേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയേറെ അനുഭവങ്ങളുടെ സഞ്ചയം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അതിന് എഴുത്തിൻ്റെ രൂപത്തിലേക്ക് മാറ്റാനുള്ള ഒരു ഭാഷ, അത് വായനക്കാരൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടാനുള്ള ഒരു ഭാഷ അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇനിയും ഇത്തരം പുസ്തകങ്ങൾ പ്രതീക്ഷിക്കാം എന്ന് ഞാൻ കരുതുകയാണ്. പിന്നെ മറ്റൊരു വളരെ നല്ലൊരു മാറ്റം എന്ന് ഞാൻ കരുതുന്നത്, ഈ പുസ്തക പ്രസാധനം എന്ന് പറയുന്നത് വളരെ ജനകീയവൽക്കരിക്കപ്പെട്ട ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. മുമ്പ് നമുക്കറിയാം, വലിയ പുസ്തക പ്രസാധകരും വലിയ വലിയ എഴുത്തുകാരും, അതായത് എഴുത്തറിയാവുന്നവരുടെ ഒരു ബ്രാഹ്മണിക്കൽ സമൂഹത്തിന് മാത്രം എഴുത്തുകാരൻ എന്ന പട്ടം കിട്ടിയിരുന്ന ഒരു കാലത്ത് നിന്ന് എഴുത്ത് സാമാന്യം ജനത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ആർക്കും പുസ്തകം എഴുതാം. ആ പുസ്തകം ജനങ്ങളുടെ അടുത്തെത്തിക്കാൻ ചെറിയ ചെറിയ പ്രസാധകരുണ്ട് എന്നുള്ളത് ഒരു എഴുത്തിൻ്റെ, പുസ്തക പ്രസാധനത്തിൻ്റെ ജനാധിപത്യവൽക്കരണമാണ്. അത് നമ്മുടെ വായനയ്ക്ക് നൽകിയിരിക്കുന്ന ഗുണങ്ങൾ അത് വളരെയധികമാണ്. പക്ഷേ പുസ്തകം കാലത്തെ അതിജീവിക്കുമോ എന്നുള്ളത് അതാത് പുസ്തകങ്ങൾക്ക് വിട്ടുകൊടുക്കേണ്ട കാര്യമാണ്. പക്ഷേ KFGയെ സംബന്ധിച്ചിടത്തോളം, KFGയുടെ പുസ്തകങ്ങളെ സംബന്ധിച്ചിടത്തോളം അക്കാര്യത്തിൽ ഒരു സംശയത്തിൻ്റെ കാര്യമില്ല. കാരണം ഇതൊരു ടൈം ട്രാവലാണ്. പുല്ലൂരാമ്പാറ എന്ന മനോഹര ഗ്രാമത്തിൻ്റെ തനിമയാർന്ന ദൃശ്യഭംഗിയിൽ നിന്ന് താൻ പത്രപ്രവർത്തന വഴികളിൽ പിന്നിട്ടിരിക്കുന്ന ഒട്ടേറെ സംഭവങ്ങളിലൂടെ നടന്ന്, അത് ഓരോ ലേഖനങ്ങൾ തമ്മിൽ വലിയധികം ബന്ധങ്ങളൊന്നുമില്ല. എൻ്റെ ആ പുസ്തകം കൊണ്ടുവന്നൊരു 4 മണിക്ക് തന്നു. രാത്രി 8 മണി 9 മണിക്ക് ഞാൻ ഓഫീസിൽ നിന്ന് പോകുന്നതിന് മുമ്പ് കിട്ടിയ ഇടവേളകളിൽ ആ പുസ്തകം വായിച്ചു തീർത്തു. കാരണം അത്ര അനായാസമായി സുന്ദരമായി വായിച്ചു പോകാവുന്ന, അതിൽ പലപ്പോഴും നമ്മൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അതിൽ പറഞ്ഞു പോകുന്ന ഇരുവഴിഞ്ഞിപ്പുഴയും ഒറ്റത്തടിപ്പാലവും മരച്ചീനി കൃഷി, ഒരു പാലക്കാരന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒട്ടേറെ കാര്യങ്ങൾ ആ പുസ്തകത്തിൽ വരുമ്പോൾ ഇതെൻ്റെ നാടിനെക്കുറിച്ച് തന്നെയല്ലേ ഈ പറയുന്നത് എന്ന് വായനക്കിടയിൽ പലതവണ ഞാൻ സംശയിച്ചിട്ടുണ്ട്. കാരണം അത്രയേറെ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന, ഇപ്പോൾ രസകരമായ ഒട്ടേറെ കഥകൾ അതിൽ പറയുന്നുണ്ട്. ആനപ്പാലം എന്ന പേര് വയനാട്ടിൽ ഒരു പാലത്തിന് വന്ന കഥയൊക്കെ, അത് KFG ഇട്ട പേരാണ്. പത്രത്തിൽ എഴുതുന്നതിന് ഹെഡിങ്ങായിട്ട് വന്ന അതുവരെ അത് ആനപ്പാലം എന്നൊരു പേരില്ലായിരുന്നു. പിന്നീട് ഈ പത്രപ്രവർത്തകൻ അവിടെ ചെല്ലുകയും ഈ സ്ഥലത്തിൻ്റെ പേര്, ഈ പാലത്തിൻ്റെ പേര് ചോദിക്കുമ്പോൾ ആനപ്പാലം, അത് നൂറ്റാണ്ടുകളായുള്ള പേരാണ് എന്ന് നാട്ടുകാരൻ KFGയോട് പറയുന്നതുമായ രസകരമായ സംഭവങ്ങൾ. അതുപോലെ ഈ സാമൂഹിക പ്രശ്നങ്ങൾ, ഇപ്പോൾ കുടിയേറ്റ ഒരു ഗ്രാമമാണ് അതിന്, അപ്പോൾ അതിൻ്റെ സാമൂഹിക പ്രശ്നങ്ങൾ അതും ഈ പുസ്തകത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം അന്ന് എങ്ങനെയാണ് ഒരു നാടിനെ സമ്പന്നവൽക്കരിക്കാൻ അധ്വാനശീലരായ ഒരു ജനതയുടെ അശ്രാന്തമായ പരിശീലനത്തിനൊന്ന് ഉയർകൊണ്ടുപോയെന്ന ഒട്ടേറെ നാട്ടിൻപുറങ്ങൾ, ഒട്ടേറെ മലയോര പ്രദേശങ്ങൾ, അത് ഈ നാടിനെ അന്നമൂട്ടിയതിൻ്റെ കഥ കൂടിയാണ് ഈ കുടിയേറ്റത്തിൻ്റെ കഥ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അത് കുടിയിറക്കത്തിൻ്റെ കാലത്തേക്ക് മാറിയിരിക്കുന്നു. അത് നമ്മളൊക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട വലിയൊരു സാമൂഹിക പ്രശ്നമാണ്. പിന്നീട് അതിൽ എന്നെ ആകർഷിച്ച മറ്റൊരു സംഭവം നിലയ്ക്കൽ പ്രശ്നം
റിപ്പോർട്ട് ചെയ്തിരുന്ന കാലത്ത് ദീപികയുടെ റിപ്പോർട്ടറായിട്ടാണെന്ന് തോന്നുന്നു അവിടെ അദ്ദേഹം ഉണ്ടായിരുന്നു. നിലയ്ക്കൽ അന്ന് ക്രിസ്ത്യൻ ഹിന്ദു സമൂഹങ്ങൾ ആ പ്രശ്നത്തിന്, ആ ഒരു സംഭവത്തിൽ വളരെയധികം പരസ്പര കാലുഷ്യത്തിൽ നീങ്ങിയിരുന്ന വളരെയധികം സംഭവങ്ങൾ ഉണ്ടായപ്പോഴും ഇത് ആ നിലയ്ക്കൽ എന്ന പ്രദേശത്തിനപ്പുറത്തേക്ക് ഒരാൾ പോലും അറിയരുത് എന്ന് കരുതിക്കൊണ്ട് തന്നെ ആ വാർത്തകളെല്ലാം തമസ്കരിക്കുന്ന ഒരു രീതി, അത് ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമപ്രവർത്തനത്തിന് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇന്നത്തെ അങ്ങനെ ഒരു സംഭവം ആയിരുന്നെങ്കിൽ എത്രയധികം ആളിക്കത്തിക്കാൻ എന്തുമാത്രം ആൾക്കാരുണ്ടാകുമായിരുന്നു. അതിൽ റിപ്പോർട്ട് ചെയ്യാതെ ഈ സമൂഹത്തിൻ്റെ നന്മയോർത്ത് ഇത് നമുക്ക് പത്രത്തിൽ കൊടുക്കണ്ട എന്നൊരു മാധ്യമപ്രവർത്തകൻ, മാധ്യമം തീരുമാനിച്ചാൽ മാപ്ര എന്ന വിളിയോടുകൂടി അവർക്കെതിരെ വരുന്ന തെറിയഭിഷേകങ്ങൾ എന്തുമാത്രമായിരിക്കും. അപ്പോൾ കാലം ഒട്ടേറെ മാറിപ്പോയിരിക്കുന്നു. ആ മാറിയ കാലത്തിൻ്റെ, ഈ കാലത്തിൻ്റെ ഇത്രയും ഒരു 60 വർഷത്തെ സ്വന്തം ഗ്രാമത്തിൻ്റെയും മാധ്യമപ്രവർത്തനത്തിൻ്റെയും ഈ സ്വന്തം സമൂഹത്തിൻ്റെയും കേരളത്തിൻ്റെ തന്നെയും മാറിയ മുഖങ്ങളുടെ ഏറെ അവിടെയും ഇവിടെയുമുള്ള ഒരു സ്പർശനങ്ങൾ അത് ഈ പുസ്തകത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു ടൈം ട്രാവൽ തന്നെയാണ് ഇത്. കാലത്തോട് ചേർത്ത് വെച്ച കണ്ണാടിയാണ് ഇത്, ഭാവിയിലേക്കും തിരിച്ചു വെച്ച ഒരു കണ്ണാടിയാണ്. ആ പുസ്തകങ്ങൾ, ഇതുപോലുള്ള പുസ്തകങ്ങൾ ഇനിയും KFGക്ക് എഴുതാൻ കഴിയട്ടെ എന്ന് ജഗന്നിയന്തവായ ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.